ഹലോ, ഇന്നത്തെ നമ്മുടെ ആയിട്ടുണ്ടല്ലോ നമ്മളെ സേമി പായസം, സാധാ സേമി പായസം വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാം ഒന്ന് ഉണ്ടാക്കി വെക്കണേ. നമുക്ക് നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് നമ്മൾ സേമി പായസം ഒന്ന് കാണിച്ചു തരാം. ഇതുവരെ ഗ്ലാസ്സിൽ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമ്മൾ നല്ല വൃത്തിയുള്ളൊരു പാത്രം എടുക്കണം ആദ്യം തന്നെ, അതാണ് മെയിനായിട്ട് വേണ്ടത്. ഇനി അതിലോട്ടില്ലേ 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുക. അത് നന്നായി ചൂടായി വന്നാൽ നമ്മൾ ഫ്ലെയിം അങ്ങ് ചെറുതാക്കി വെക്കുക. കാഷ്യൂനിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. കാഷ്യൂനിട്ട് നന്നായി വറുക്കുക, ഇതുപോലെ. അധികം കരിയാൻ പാടില്ല, ഒരു മീഡിയം ബ്രൗൺ കളറോ മാറ്റുക, അപ്പോൾ നല്ല ടേസ്റ്റ് വരും. പിന്നെ അടുത്തത് റൈസിൻസ്, ഉണക്കമുന്തിരി, അതും ഇട്ടിട്ട് അതുപോലെ അതിൻ്റെ ടൈം എന്ന് പറയുന്നത് ആ പൊങ്ങി വന്നതിനാൽ നമുക്ക് മാറ്റാം. അതും കരിയാൻ പാടില്ല, കരിഞ്ഞാൽ നമ്മൾ പായസത്തിൻ്റെ ടേസ്റ്റൊക്കെ മാറിക്കളയും. അതും അങ്ങ് മാറ്റി വെച്ചു. ഇനി നമുക്കില്ലേ അതേ പാത്രത്തിൽ തന്നെ, അതേ എണ്ണയിൽ തന്നെ നമുക്ക് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ പതുക്കെ റോസ്റ്റ് ചെയ്ത് വെക്കുക. 2 ഭാഗവും നല്ല റോസ്റ്റായി വന്നാൽ ഏകദേശം ബ്രൗൺ കളറായി വരും. ഭയങ്കര കളറാകാൻ പാടില്ല, കരിയാനും പാടില്ല, ലോ ഫ്ലെയിമിലായിരിക്കണം. ഇതുപോലെ ആവും. ഇനി നമുക്ക് പാൽ ഒഴിക്കാം. എത്ര പാലാകുണ്ട്, ഞാനിവിടെ 1/2 ലിറ്ററാണ് ഒഴിക്കുന്നത്. 1/2 ലിറ്റർ പാൽ ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അടിയിലൊക്കെ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഇളക്കുക, പതുക്കെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കില്ലേ ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ സേമിയയും പാലൊക്കെ സേമിയ ആയിരുന്നു വെന്ത് വരും, പാൽ നല്ലോണം തിളക്കുകയും ചെയ്യും. നമുക്ക് അടച്ചു വെക്കുന്നത്, ഇനി കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ ഏകദേശം ഒരു വെന്ത് വരുന്നത് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് ഓണാക്കി, അധികം തിളച്ച് മറിയാൻ പാടില്ല, ഈ തിളക്കുന്നത് ഇതാ കറക്റ്റ്. എന്നിട്ട് ഓപ്പണാക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗവും. അപ്പോൾ സേമിയൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇപ്പം ഇതുപോലെ ഇളക്കി കൊടുക്കുക. പതച്ച് മറിയാതെ ശ്രദ്ധിക്കണേ, ചെറിയ ഫ്ലെയിമിലായിരിക്കണം ഇളക്കിക്കൊണ്ടിരിക്കുക, അപ്പം അറിയില്ല. ഇനി നമുക്ക് ഏലക്ക ചതച്ച് ഇട്ട് കൊടുത്ത്, ഏലക്കപ്പൊടിയുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇനി പഞ്ചസാര, ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു. നിങ്ങൾ എത്ര ഗ്ലാസ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒന്ന് ടേസ്റ്റ് നോക്കിയാൽ മതി ജസ്റ്റ്, അപ്പോൾ മനസ്സിലാവും. കുറച്ച് ആവശ്യത്തിന് മധുരം വേണം സേമിയക്ക്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. അടുത്ത എൻ്റെതായ ഒരു ഐറ്റമാണ് ബദാം പൊടിച്ചെടുത്ത് പാലിലിട്ട് കളിക്കാതാണ്. ജസ്റ്റ് അത് നല്ല ടേസ്റ്റാണ്. ഇതിന് വേറത്തിനൊരു ടേസ്റ്റ്. കണ്ടൻസ്ഡ് മിൽക്ക് ആവുന്നല്ല, വെറും ബദാം മിൽക്ക് പൗഡർ എന്ന് പറയും ഇതിന്. അത് പാലിലിട്ടിട്ട് അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അതായത് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും അതിന്, നമ്മുടെ സേമിയക്ക്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അതുണ്ടെങ്കിൽ മതി, ഓപ്ഷണലാണ്. അപ്പോൾ നമുക്കിന്നെ നല്ലോണം തിളപ്പിക്കത്, ചെറിയ രീതിയിൽ ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടെ. ഇനി നമ്മൾ റൈസിൻസ് ഇല്ലേ, ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച റൈസിൻസും നമ്മൾ അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ തിളച്ച് വരുന്നുണ്ട്, ഇളക്കി കൊടുക്കണം നല്ലോണം. പതച്ച് മറിയാൻ പാടില്ല, പതച്ച് മറിഞ്ഞാൽ പണി കിട്ടും. അതുപോലെ ഇളക്കി കൊടുക്കുക. അടുത്തന്നെ വേണം, ഇതുണ്ടാക്കുമ്പോൾ അടുത്തന്നെ വേണം, അതാണ് അതിനൊരിത്. പിന്നെ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കുക, ഇത് വലിയ റെസിപ്പി ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയാൽ നമ്മളെ സേമിയ പായസം അങ്ങനെ റെഡിയായി വരുന്നുണ്ട്, തിളക്കുന്നു. ഏകദേശം സേമിയ പായസമായി. ഞാൻ ഗ്യാസ് ഓഫാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. നോക്കിയാൽ നമ്മൾ സേമിയ പായസം നോക്കിയാൽ നല്ലോണം ഇളക്കി കൊടുത്തു. കുറച്ചൊരു 10-15 മിനിറ്റ് അവിടെ പുറത്ത് നിൽക്കട്ടെ. ചൂടോടെ സേമിയ പായസം ചൂടോടെയുള്ള ടേസ്റ്റ്, കുറച്ച് തണ്ണിട്ടാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. ഇനി നമുക്കൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. നോക്കി നമ്മൾ സേമിയ പായസം അടിപൊളിയായി വന്നിട്ടുണ്ട്. ഈ സേമിയ പായസം ഉണ്ടല്ലേ, ഏറ്റവും രസം എപ്പം എന്നറിയാം കുടിക്കാൻ, ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക, എന്നിട്ട് കുടിക്കുക. ഭയങ്കര ടേസ്റ്റാണ്. ഒന്ന് കുടിച്ചു നോക്കിയാൽ നമുക്ക്. ബിസ്മില്ലാ. നല്ല അടിപൊളിയാണ്, നല്ല സിമ്പിളായിട്ട് ടേസ്റ്റായിട്ട് സൂപ്പർ സേമിയ പായസം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ കമൻറ്റ് ചെയ്യാം. ഓക്കെ.